ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം രാവിലെ പിള്ളേരൊക്കെ എണീറ്റു. ഇതൊരു സ്ലേറ്റ്, മറ്റേ നമുക്ക് LED ഒരു സ്ലേറ്റ് ഇല്ല, അത് വെച്ച് കളിക്കുന്നതാണ് കേട്ടോ. രാവിലെ എണീറ്റു, സ്ലേറ്റും വെച്ച് എല്ലാവരും കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുന്നതിന് കുറച്ച് മുന്നേയുള്ള സമയമാണ് കേട്ടോ ഇത്. എനിക്കും കുറച്ച് പണികളുണ്ട്. ഫെലിക്സ് രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് ചുമയായിരുന്നു രാത്രി മുഴുവൻ. അപ്പോൾ അവൻ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. വയ്യ, ചെറിയ പനിയുണ്ടെന്നൊക്കെ എന്നോട് പറയാം. പനിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ചുമയുണ്ട്, നല്ല ചുമയുണ്ട്, തലവേദനയുണ്ടെന്നാണ് പറഞ്ഞത്. കാലാവസ്ഥയുടെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഉച്ചവരെയൊക്കെയുള്ള കാര്യങ്ങൾ, കുറച്ച് എന്നെ കഴിയുന്ന വിധത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, സമയങ്ങൾ ഇവർ പോകുന്നതിന് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാ താനെ വലിഞ്ഞു കയറി തുരുത്തിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ഇന്ന് ഞാനപ്പോൾ കുറച്ച് പണികളുണ്ട്. രാവിലെ അടുക്കളയിലെ പണിയൊക്കെ തീർന്നു. ഒതുക്കിയിട്ടും പെറുക്കിയിട്ടും ഇല്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലെ തുണിയും കാര്യങ്ങളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. അത് മടക്കി ഓരോന്നിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. ഓരോരുത്തരുടെ സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് മടക്കി എല്ലാവരുടെയും മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. എല്ലാവരും കൂടെ ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരുടെ ഒന്നും കാണാതെ പോകും ചിലപ്പോൾ, ചെറിയ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ, ചിലർക്ക് കാർഡ്ബോർഡ് പെട്ടിയായിരിക്കും, ചിലർക്ക് അലമാരിയുടെ ഏതെങ്കിലും കള്ളിയായിരിക്കും, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ആദ്യമേ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാം ഒതുക്കി വെക്കും കേട്ടോ. എന്താ പറയുക, ഒരിടത്ത് ഷർട്ട്, ഒരിടത്ത് ബനിയൻ, ഒരിടത്ത് ട്രൗസർ, ഒരിടത്തൊക്കെ ആക്കി വെക്കും. പിന്നെ 2 ദിവസത്തേക്ക് കാണും. അത് കഴിഞ്ഞ് മടക്കി പിന്നെ വീണ്ടും എല്ലാം പെറുക്കിക്കൊണ്ട് വെക്കുമ്പോൾ വീണ്ടും എല്ലാം കൂടെ ഒരുമിച്ച്, ചിലപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൊറ്റടിച്ച് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മടക്കി ഞാനതെടുത്ത് വെച്ചിട്ട് മടക്കി വെക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എടുത്തിട്ട് പോകാൻ. ഇവിടുന്ന് എടുത്തിട്ട് എല്ലാവർക്കും, ചിലരുടേത് പിള്ളേരുടേതൊക്കെ താഴെ ഇരിക്കുന്നത്, ഫെലിക്സിൻ്റേതും എൻ്റേതും ചേട്ടായുടേതും മാത്രമേ മേലിലുള്ളൂ. അങ്ങനെ നല്ല പണിയാണ്. ഈ തുണി വിരിക്കലും ഒക്കെ നല്ല പണിയാണ്. എല്ലാവരും പറയും എന്തായിരിക്കും അല്ലേ പണിയെ, പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാലാണ് പണി. പിന്നെയാണല്ലോ നമ്മൾ ഈ പണികളെല്ലാം ചെയ്ത് തീർക്കേണ്ടത്. ഇപ്പം എല്ലാവരുടെയും മടക്കി വെച്ച് അലക്കി വിരിച്ചിട്ടെല്ലാം വരുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ അപ്പോഴേക്കും ഇപ്പം ഒന്ന് അപ്പുക്കുട്ടന് ഉറങ്ങിയിട്ടുണ്ട്. അവനൊന്ന് ഇറങ്ങി, ഞാനിപ്പോൾ ഒന്ന് ആടിച്ചൊക്കെ കൊടുത്തിട്ട് വന്നത്. അവന് സാറാമ്മോളെ ഒരു ഓറഞ്ചൊക്കെ കൊടുത്ത് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുക. ഈ ചെറിയ തുണികൾ മടക്കാന്ന് പറഞ്ഞാൽ ഇത്രയും മടി പിടിച്ചൊരു പണി എനിക്ക് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല. പിന്നെ അവർക്കും ഈ ഓടിച്ചാടി നടന്ന് ചെയ്യുന്നതിനും നല്ലത് എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കുവാണെങ്കിൽ മടക്കി ഇതാക്കാമല്ലോ എന്ന്. ഒരിടയ്ക്ക് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ തുണി മടക്കിയിട്ട് കൂട്ടിയൊരു കസേര കൊണ്ടിടുമായിരുന്നു. അത് പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ചിലപ്പം വല്ല ഉറുമ്പൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് പിന്നെ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അപ്പം തന്നെ മടക്കി വെക്കും. എന്നിട്ട് ഞാൻ അടുത്ത സെറ്റ് വിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ചിലപ്പം 2-3 സെറ്റ് അലക്കാനുണ്ടാവും എനിക്ക്. കല്ലിലലക്കലെന്ന പരിപാടിയേ ഇല്ല കേട്ടോ. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാഷിംഗ് മെഷീനിലേക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ പിന്നെ കല്ലിൽ ഞാൻ അലക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം എൻ്റെ പുറകെ വരും പിള്ളേർ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നോക്കുമ്പം എന്താ പറയുക, തത്വങ്ങളൊന്നും പറ്റില്ല. കല്ലിൽ അലക്കിയാൽ മാത്രമേ ഞാൻ അലക്കൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വാഷിംഗ് മെഷീനകത്ത് മാത്രമേ ഇപ്പോൾ അലക്കാറുള്ളൂ, അല്ലാതെ എനിക്ക് പറ്റുന്നില്ല. വാഷിംഗ് മെഷീനകത്താണെങ്കിലും 2 സെറ്റ് അലക്കാനാണ്. പിള്ളേരുടെ എപ്പോഴും പുറത്തിറങ്ങി വെച്ചിട്ട് ചെളിയും അല്ലെങ്കിൽ വെള്ളമോ എവിടെയാണ് എപ്പോഴും പൈപ്പ് തുറന്ന് വെള്ളമാക്കിയിട്ട് വരും. പിന്നെ അത് മാറിക്കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം കാണും. പിന്നെ അങ്ങനെയൊന്നും അലക്കാൻ എന്നെക്കൊണ്ട് മടിയല്ല, സാഹചര്യമില്ല, സമയമില്ല. പിന്നെ അലക്കല്ലിൻ്റെ അവിടെ ആണെങ്കിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെയാണ് കുറച്ച് സമയമുള്ളൂ. അതായത് 2 പേര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഉറങ്ങും. ആ സമയത്ത് വേണമെങ്കിൽ കല്ലിൽ പോയി അലക്കാം. പക്ഷെ അന്നേരം ഭയങ്കര വെയിലാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ പണിക്ക് നിൽക്കാറുണ്ട്. ഇപ്പോൾ കല്ലിലൊക്കെ പിന്നെ പതുക്കെ ആക്കാൻ വിചാരിച്ചു. ഇവരൊക്കെ വലുതാവട്ടെ അല്ലേ.
പിന്നെ എല്ലാവർക്കും സുഖമൊക്കെയാണോ? എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവോ? നല്ല കാറ്റാട്ടോ, പുറത്ത് കാണാൻ. ചിലപ്പോൾ ഞാൻ ഈ ഫോൺ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്, അതിന് എപ്പോഴാണ് പറന്ന് താഴെ പോകുന്നതെന്ന് അറിയത്തില്ല. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്നും അറിയത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ന്യൂ ഇയർ ഒക്കെ ആയില്ലേ? ന്യൂ ഇയർ നാളെ ശരിയാണ്, നാളെ ന്യൂ ഇയർ ആണല്ലോ. അപ്പം നമ്മുടെ 2024 ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ. ഇനി നാളെ തൊട്ട് പുതിയ വർഷമല്ലേ, പുതിയ വർഷത്തിൽ പുതിയ തുടക്കങ്ങളും പുതിയ എന്താ പറയുക റെസൊല്യൂഷൻസ് ഒക്കെ ഇല്ലേ? ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസൊല്യൂഷനൊന്നും ഇല്ല. ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതിയെന്നേ ഉള്ളൂ. ഇതുപോലെയൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെയുണ്ട്. അപ്പം ഫോണിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. എടുക്കുന്ന വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ക്ലാരിറ്റി കുറവുണ്ട്, അതറിയാം. അപ്പോൾ അതിന് നല്ലൊരു പരിഹാരം 2025 കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടന്നാൽ നടക്കട്ടെ അല്ലേ? എന്തുകൊണ്ട് സാറാമോള് ഇവിടെ നിന്ന് ഓറഞ്ച് കഴിക്കുക. ഞാൻ ഓറഞ്ച് തൊണ്ട ആദ്യം പൊളിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവള് എന്താ പറയുക പെട്ടെന്ന് കഴിച്ചു കഴിയുമല്ലോ. അപ്പം ഞാൻ എന്നിട്ട് അപ്പുക്കുട്ടൻ ഉറങ്ങുന്നവനെ പോയിട്ട്, നല്ല കാറ്റാട്ടോ, ഉറങ്ങുന്ന അപ്പുക്കുട്ടനെ പോയിട്ട് അവൻ എണീപ്പിക്കാൻ നോക്കുക. അപ്പം ഞാൻ അവൾക്കൊരു പണിയായിട്ട് കൊടുത്തു, തന്നെ പൊളിച്ച് കഴിച്ചോളെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നിലത്തെല്ലാം തൊണ്ടൊക്കെ ആക്കി, എന്നാലും വേണ്ടില്ല, എളുപ്പമുണ്ട്. എനിക്ക് കുറച്ച് പണി ചെയ്യാമല്ലോ. ഇനി ഇത് കഴിഞ്ഞ് മടക്കിയെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം. അത്രയും സമയമെങ്കിലും അവൻ ഉറങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. നല്ല കാറ്റാട്ടോ. ഈ അമ്മ ഞാൻ ടെറസ് വിരിച്ചിട്ടിരിക്കുന്നതൊക്കെ നിലത്തൂടെ പോകുന്നുണ്ട്. അതാണ്ടൊന്ന് ഉണക്കിയിട്ടോ, അല്ല മടക്കി വെച്ചു. ഇനിയിപ്പോൾ എനിക്കൊരു പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്, അപ്പം ഞാൻ പിള്ളേരൊക്കെ എണീറ്റു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോഴാണ്, കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ്, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് എന്താ പറയുക ജീരകവും ഉലുവയും ഒന്ന് വറുത്തിടണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വറുത്തിട്ടു, പക്ഷെ അത് അതിന് പാകമായില്ല. അപ്പം എന്നാൽ കുറച്ചുകൂടി ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. നല്ലതാണല്ലോ, എനിക്ക് കട്ടൻ കാപ്പി കുടിക്കാനൊക്കെ നമ്മുടെ നാട്ടിലത്തെ കാപ്പിപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരുത്തൻ അതിൻ്റെ തിന്നാനുള്ള സാധനം ഞാനിപ്പോൾ അവന് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുക. ഞാനിങ്ങനെ ഇവനെ എടുത്ത് കൈ വെച്ചിട്ടാട്ടോ ഓരോ പണികളൊക്കെ ചെയ്തത്, അല്ലാതെ നടക്കില്ല, അല്ലെങ്കിൽ ഒരു പണിയും നടക്കില്ല. ചേച്ചിമാരെ ഹായ് പറഞ്ഞേ, ഞാനിത് വറുത്ത് തുടങ്ങി. അപ്പോഴാണ് ഇന്ന് വീഡിയോ എടുക്കാന്ന്. ഇത് വറുത്ത് നന്നായിട്ട് വറുത്തിട്ട് വേണം ഇങ്ങനെ ഉണ്ടാ. ഞാൻ വറുത്ത് ജീരകവും ഉലുവയും ആദ്യം ഒന്ന് വറുത്തിട്ടതാട്ടോ. പിന്നെ എന്നിട്ട് പൊടിച്ച് ചേർക്കണം. നമ്മളിപ്പോൾ വീട്ടിൽ മമ്മി അത് കാപ്പിപ്പൊടി വറുത്താണോ പൊടിച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പൊടിപ്പിക്കുകയോ ചെയ്ത് വെറുതെ കാപ്പിപ്പൊടി കൊടുത്തോളൂ എന്ന് തോന്നുന്നു, അവരെ വറുത്ത് പൊടിക്കും എന്തോ. അതൊന്നും തരാൻ പറ്റില്ല കൂട്ടിന് കേട്ടോ. അത് അമ്മ ഇളക്കിയിട്ട് തരാം. ഇത് ഇവനിങ്ങനെ പിടിക്കും. ഞാനപ്പോൾ ഇവനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും, അല്ലെ പിന്നെ എന്താ പറയുക ഇങ്ങനെ പിടിക്കും. എന്നിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. കൈ ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ മറ്റേ പാത്രത്തിലൊക്കെ പോയി പിടിച്ച് അവരുടെ കൈ കൊള്ളൂല്ലോ. നിലത്തിരുത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം ഒന്ന് ഗ്യാസിന്റെ അവിടെ പിടിക്കും. നിലത്ത് നിൽക്കില്ല, എൻ്റെ കാലിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. നല്ല റിസ്ക്കാണ്, നല്ല പണിയാണ്. ഹായ്. അപ്പൊ ഇതിങ്ങനെ കാപ്പിപ്പൊടി എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുമോ എനിക്കറിയില്ല. ഇത് ശരിക്കും നോക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കാപ്പിപ്പൊടിക്ക് ഭയങ്കര ഇതായിരിക്കും, എന്താ കയ്പുണ്ടാവും. അല്ലെങ്കിൽ നല്ല കട്ടൻ കാപ്പി കുടിക്കാൻ നല്ലതാ. പാലിനകത്ത് ഇടാനൊന്നും കൊള്ളില്ല. എനിക്ക് പാലിൽ ഇതിട്ടാൻ കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എന്താടാ നല്ല മണമൊക്കെയുണ്ട്. ജീരകത്തിന്റെ മണം. ഉലുവയ്ക്ക് അങ്ങനെ മണമൊന്നുമില്ലല്ലോ, ജീരകത്തിന്റെ നല്ല മണമുണ്ട്. ഇത് അത് പൊടിച്ച് ഇതിൽ ചേർക്കണം, പൊടിയിൽ ചേർക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസംബർ 31, 2024 ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. രാത്രിയായി, സമയം 8 മണിയായി. 8 മണിയായപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയത്. അപ്പോൾ ഉണ്ട് ഒരാൾ അവിടെ ഇരുന്ന് കുരുമുളക് ഒരു മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിരുന്ന് മെതിച്ചുകൊണ്ടിരിക്കുക. ന്യൂ ഇയറിനൊക്കെ അതാ പണിയെന്നാണ് പറഞ്ഞത്. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുക. അപ്പോൾ അവിടെ ഒരാളിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു തുടക്കമാവട്ടെ അല്ലേ? അല്ലേ ഏട്ടേ?
സിനച്ചേട്ടാ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. ഹാപ്പി ന്യൂ ഇയർ. കട്ടൻ ചായ ആവായിരുന്നു നന്നായി. ആ കട്ടൻ ചായ ആവാതിരുന്നത് നന്നായി. പാൽ ചായ ആണ് കേട്ടോ, ശരിക്കും കാണിച്ചു കൊടുത്തു. അത് ശരിയാണോ, നിങ്ങളൊന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്നില്ലേ? എന്തു പറ്റി സിനച്ചേട്ടാ? ആ ന്യൂ ഇയർ ആഘോഷം കുരുമുളകില്. ശരിയാ. എന്ത് ക്ലാസ്? ഓ അയ്യേ, നിങ്ങളെന്ത് എന്ത് ആൾക്കാരെ ന്യൂ ഇയർ ആയിട്ടൊരു ഒരു ഒരു ബിയർ പോലും മേടിച്ചില്ലല്ലോ. സിനാചേട്ടനെ മേടിച്ചില്ല? എന്തേ മരീചിച്ച കണ്ടോ? പറിച്ചിത് വിറ്റ് കഴിഞ്ഞിട്ട് വേണം അല്ലേ? കുരുമുളക് പറിച്ച് ഒരുപാട് നേരം ഏടിക്കമ്പിലൊക്കെ കുരുമുളക് പറിച്ച ഭയങ്കര ക്ഷീണം. ഇനി ന്യൂ ഇയർ കൂടെ ആഘോഷിക്കാൻ പോയാൽ. അതെ, ഇത് 2 ദിവസത്തെ കുരുമുളക്. ഇത് 2 ദിവസത്തെ കുരുമുളകാ. ഇത് മെതിച്ചെടുക്കണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും. ആ അതെ, മെതിച്ച് ഇപ്പൊ കൊറേ ആക്കി വെച്ചിട്ടുണ്ടോ? ആ ഇതിനകത്തുണ്ട്. അയ്യോ എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്നു ഇതിലൂടെ. ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം അടുത്ത വർഷം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ. ടാറ്റ കൊടുക്കും.